ദിലീപ്, നെടുമുടി വേണു, ഇന്നസെന്റ് എന്നിവർ പൊട്ടിച്ചിരിയുടെ ആഘോഷമൊരുക്കിയ സൂപ്പർ ഹിറ്റ് കോമഡി. ആ നേരം നാവിൽ സരസ്വതി വിളയാടിയതുകൊണ്ടാ അപ്പ കുക്കാന്ന് പറയാൻ തോന്നി. അതുകൊണ്ട് മറിയാമ്മയുടെ മുമ്പില് എന്റെ മാനം പോയില്ല. എന്തിനാ ഞാൻ അച്ഛനെ ചീത്ത പറയണേ? എല്ലാം എന്റെ തെറ്റാ. ആകെ ഒരു അച്ഛനല്ലേ ഉള്ളൂ എന്ന് കരുതി കൊഞ്ചിച്ചും ലാളിച്ചും വളർത്തിയതാ കുഴപ്പമായത്. എന്റെ പൊന്നു പവി, നിന്നോട് ഞാൻ പ്രാവശ്യം പറഞ്ഞല്ലോ, ആ നാരായണനെ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയത്. അതാ നാരായണേട്ടനുമായിട്ടുള്ള കൂട്ട് വേണ്ടെന്ന് അച്ഛനോട് ഞാൻ എപ്പോഴും പറയണേ. എന്താ മിണ്ടാത്ത്? വയ്യെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അച്ഛാ, നല്ല കൂട്ടുകെട്ടുകളാണ് ആളുകളെ മഹാമാരാക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോ ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു ആയിരുന്നു കൂട്ട്. വേണ്ട, അത് വിട്. നമ്മുടെ ജയലളിത, ശശികലയാണല്ലോ കൂട്ട്. എന്തിന് കെ കരുണാകരൻ, കെ മുരളീധരനാ കൂട്ട്. ഇപ്പൊ പോരാത്തതിന് പത്മജയും. അച്ഛനിപ്പോ ഇവരെ പോലെ വലിയ മഹാനാണെന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷെ ഓരോ ദിവസം കഴിയും തോറും അച്ഛൻ ഇങ്ങനെ വഷളായി തുടങ്ങിയ അത് കണ്ടല്ലേ ഞാനും പഠിക്കണത്. ഞാനും വഷളായി പോവില്ലേ? ഒരു കാര്യം അച്ഛൻ മനസ്സിലാക്കണം. അച്ഛന്റെ വെറും 28ാമത്തെ വയസ്സ് തുടങ്ങിയ അച്ഛൻ എന്നെ കാണാൻ തുടങ്ങിയത്. പക്ഷെ ഞാനോ ജനിച്ചന്ന് മുതൽ ഞാൻ അച്ഛനെ കാണാൻ തുടങ്ങിയതാ. അതുകൊണ്ട് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാൻ മോനെ, മുഴുവനും കേൾക്കണ്ട, കുറച്ചെങ്കിലും. വല്ലപ്പോഴും അച്ഛനൊന്നും ഗുണദോഷിച്ച് നേരെയൊക്കെ സമയം കിട്ടുള്ളൂ. അത് സമ്മതിക്കില്ല. അപ്പോഴേക്കും എവിടെന്നെങ്കിലും ആരെങ്കിലും ശല്യപ്പെടുത്താനായിട്ട് കേറിക്കോളൂ. അവിടെ തന്നെ തീർന്നിട്ടില്ല, ബാക്കി വന്നിട്ട് തരുന്നുണ്ട്. നാരായണേട്ടൻ, ഇന്ന് കണ്ടതേ ഇല്ലല്ലോ. പകലൊക്കെ എവിടെയായിരുന്നു? ഞാൻ സൗത്ത് അമേരിക്കയിലായിരുന്നു. ഇന്ന് കാലത്ത് ട്രിവാൻഡ്രം മേലും ഇങ്ങോട്ട് പോകുന്നു. എന്തേ? അല്ല, വരുന്ന വഴിക്ക് ഗണപതി കോവിലിൽ കയറിയിരുന്നോ? ഏത്തോട്ടൊക്കെ അതിന്റെ മുട്ടൊക്കെ പൊട്ടിയിരിക്കുന്നു. നീ പോടാ മൂക്രാഞ്ചി മോറ. നിന്റെ തന്തയ്ക്ക് ഞാൻ പറയാത്തതേ, നിന്റെ തന്ത എന്ന് പറയുന്ന ആ എംബോക്ക് എന്റെ ആത്മാർത്ഥ സുഹൃത്തായിരുന്നു. അതുകൊണ്ടാ അയാളെ വിളിക്കാൻ സംസാരിക്കണം. വിളിക്കൊന്നും വേണ്ട. ഞാൻ അച്ഛനെ ചീത്ത കൂട്ടിട്ട് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക. പിന്നെ നീ എന്താ ഇവിടെ? എടാ, ഞങ്ങൾ ഒന്നിച്ച് സിംഗപ്പൂർ ഉണ്ടായിരുന്നപ്പോ കൃഷ്ണൻകുട്ടി മേനോൻ എന്ന് പറയുന്നത് നിന്റെ തന്ത എത്രയും തങ്കപ്പെട്ട മനുഷ്യനായിരുന്നു. നിന്റെ കൂടെ എന്ന് കൂടി അന്ന് മുതൽ ഇയാൾ ഇത്രയും വൃത്തിയായിട്ടോനായി പോയത്. നീ മാറിയൊക്കെ ഞാൻ ഒന്ന് കാണട്ടെ. വീടിന്റെ അകത്തേരെ അടിച്ചിട്ട് ഞാൻ. മോനെ, നീ നിന്റെ അച്ഛനെ പൂശിയ? പൂശും. മക്കളായ അച്ഛന്മാരെ പൂശും, തല്ലും, ശാസിക്കും, കൊല്ലും. അതൊക്കെ അവരുടെ നന്മയ്ക്ക് വേണ്ടിട്ടാ. ആരുടെ? അച്ഛന്മാരുടെ. പിള്ള ചവിട്ടിയാൽ തന്തയ്ക്ക് കേടില്ല എന്ന് കേട്ടിട്ടുണ്ടോ മിസ്റ്റർ നാരായൺ? അങ്ങനെയല്ലല്ലോ ആ പഴഞ്ചൊല്ല്. തള്ള ചവിട്ടിയ പിള്ളയ്ക്ക് കേടില്ലെന്നല്ലേ? അതൊക്കെ പണ്ട്. അപ്പൊ ഇപ്പൊ അത് മാറ്റിയാ? മാറ്റി. പിള്ള ചവിട്ടിയാൽ തന്തയ്ക്ക് കേടില്ല. മനസ്സിലായോ? ഇല്ല. അതാണ് ജനറേഷൻ ഗ്യാപ്പ്. ഇനി ഫ്രണ്ട്ഷിപ്പിന്റെ പേര് പറഞ്ഞ് കുടുംബത്തിൽ കയറിയിട്ടുണ്ടല്ല, ഞാൻ അപ്പ SI മറിയാമ്മയെ വിളിക്കും. നീ എന്തിനാ മറിയാമ്മയെ വിളിക്കണേ? ലോകത്തുള്ള സകല സ്ത്രീ പീഡന കേസുകൾ നിങ്ങളുടെ തല കെട്ടിവെക്കാൻ പോലീസിനുള്ള എന്റെ ഹോൾഡ് എന്താണെന്നറിയോ മിസ്റ്റർ നാരായൺ? ഞാനിപ്പോ മറിയാമ്മയെ വിളിക്കണോ അതോ നാരായണേട്ടൻ പോണോ? നിനക്കിപ്പോ എന്താ വേണ്ടേ? മറിയാമ്മയെ വിളിക്കണം, അത്രയല്ലേ ഉള്ളൂ. നീ മറിയാമ്മയെ വിളിച്ചോ, ഞാൻ പോയിക്കോളാം. നിനക്ക് സന്തോഷായില്ലേ? എന്നെ ചെക്കൻ കൈ വിട്ടു പോയിട്ടോ. ആരായിരുന്നല്ലേന്നറിയോ? ആത്മാർത്ഥതയുള്ള ആ കൂട്ടുകാരൻ. എന്തേ ആത്മാർത്ഥതയുള്ള ഈ കൂട്ടുകാരൻ പോണില്ലേ? ചെല്ല്, മറിയാമ്മയുടെ നൈറ്റ് ഡ്യൂട്ടി കൂടി സുഭിക്ഷാവട്ടെ. ഈ നാരായണേട്ടൻ കിട്ടിയത് പോരാന്നുണ്ടാ? ഇന്ന് ഇയാളെ ഞാൻ അവിടെ ഇരി. തീർന്നിട്ടില്ല, ബാക്കി വന്നിട്ട് തന്നെ തരണുണ്ട്. അമ്മ ഒന്നുമില്ല. കൊല്ലും ചേട്ടനായിരുന്നോ? എന്താണ് ഇത്? ഒരാള് തലക്കടിക്കാൻ വടിയും കൊണ്ട് മുന്നിൽ നിൽക്കുന്ന കണ്ടിട്ടും മനസ്സിലായില്ലേ നിങ്ങൾക്ക് എന്താന്ന്? അതോ ഇനി തല്ല് കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ? അയ്യോ, എന്റെ പൊന്നെ ഏടത്തി, എനിക്ക് ആള് മാറിപ്പോയതാ. ആ നാരായണേട്ടൻ പിന്നെയും ഒന്ന് പ്രശ്നം ഉണ്ടാക്കാന്ന് വിചാരിച്ചാ. ഏട്ടത്തി കേട്ടത് ശരിയാ. പക്ഷേ ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തൊന്നുമല്ല, ലിഫ്റ്റ് കൊടുത്തതാ. പിടിച്ചു വലിച്ച് ജീപ്പി കയറ്റിയാണോ ലിഫ്റ്റ് കൊടുക്കുന്നത്? അതെ. അച്ഛൻ മടിച്ചെന്നാ പിന്നെ പിടിച്ചു വലിക്കാതെ? അല്ല, ഈ SI മറിയാമെന്ന് പറഞ്ഞ ആരാ? നമ്മുടെ വേലിക്കകത്തെ തോമാച്ചേട്ടന്റെ മോളാ. അച്ഛനെ 17 വർഷം കഴിഞ്ഞ് കാണുകണേ. ഏത് മറിയാമ്മ, ഏത് തോമാ ചേട്ടൻ? കല്യാണം കഴിച്ചതിന് ശേഷം ചേട്ടന് ഭയങ്കര മറവിയാ. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഫീസ് കൊടുക്കാനുള്ള കാശെടുത്ത് സിനിമ കണ്ടപ്പോ ഈ തോമസ് ചേട്ടൻ ഫീസ് തന്നത് മറന്നോ? തന്ന ഫീസിന് നന്ദി വേണം ചേട്ടാ, നന്ദി വേണം. ഓഹോ, ആ തോമാ ചേട്ടൻ. ഞാൻ 2-3 തവണ ഫീസ് കൊടുക്കാതെ ക്ലാസ്സിന് വെളിയിലായതുകൊണ്ട് ഏത് തോമാ ചേട്ടൻ എന്നുള്ള കാര്യം മറന്നു. ഈ ഫീസ് തന്ന തോമാ ചേട്ടൻ ഇപ്പൊ ഫ്യൂസ് ആയോ അതോ ജീവിച്ചിരിപ്പുണ്ടോ? അന്നേ അങ്ങേര് കുറച്ച് ഓവറായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഗിരിജ, നമ്മൾ കേട്ടതിൽ എന്തോ കുഴപ്പമുണ്ട്. ഹലോ, പവിയുണ്ടോ? പവി, അവൻ കുളിക്കുകയാണല്ലോ. കുളിക്കുകയാണോ? എന്താ ഒന്ന് വിളിക്കാവോ? ഐ എം സോറി, കുളിക്കാണെങ്കിൽ വിളിക്കണ്ട കേട്ടോ. ആരാ? ബ്രദറാ? അല്ല, ഫാദറാ. അയ്യോ സോറി, ശബ്ദം കേട്ടപ്പോ മദറാണെന്ന് കരുതി. ഒരു ഫ്രണ്ട് വിളിച്ചിരുന്നു എന്ന് പറഞ്ഞാ മതി. വെറും ഫ്രണ്ട് അല്ല കേട്ടോ, ക്ലാസ്മേറ്റാ. ഞാൻ റോസ്. അങ്ങനെ ഒരു ക്ലാസ്മേറ്റിന്റെ കാര്യവും പറഞ്ഞിട്ടില്ലല്ലോ. പറയില്ല, എല്ലാ സമയമാകുമ്പോ പറഞ്ഞോളാമെന്നാ പവി എന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. എന്തു പറയാന്ന്? അയ്യോ ഒന്നുമില്ല. ഞാൻ പറഞ്ഞെന്ന് പവിയോട് പറയണ്ട കേട്ടോ. ഞാൻ പിന്നെ വിളിച്ചോളാം. സ്കോർ എന്തായി? സ്കോർ എന്താ?
ഗാംഗുലി ഔട്ടായ നന്നായി. അവൻ ഇത്തിരി കൂടുതലാ. നിന്നെ ഇപ്പൊ ഒരു പെണ്ണ് വിളിച്ചിരുന്നു. പെണ്ണ? ഒരു റോസ്. അവൾ ഇവിടെ വിളിച്ചോ? നമ്പർ വല്ലതും തന്ന? നമ്പരൊന്നും തന്നില്ല, പിന്നെ വിളിച്ചോളാന്ന് പറഞ്ഞു. അവൾ എന്റെ ക്ലാസ്മേറ്റ് എന്ന് പറഞ്ഞു. ആ നോണയാ. അങ്ങനെ ഒരു പെണ്ണ് എന്റെ കൂടെ പഠിച്ചിട്ടേ ഇല്ല. അല്ല, എന്റെ എല്ലാ ക്ലാസ്മേറ്റ്സിനും അച്ഛൻ അറിയാലേ. അറിയാം, പക്ഷെ ഞാൻ അറിയാത്ത വല്ല റോസും ഉണ്ടെങ്കിലോ? അച്ഛാ, ശബ്ദം കേട്ടിട്ട് നല്ല സ്വീറ്റാ, കണ്ടാൽ എങ്ങനെയാ? അച്ഛ, ഇത് ഏതോ ഒരു പെണ്ണ് എന്നെ കളിപ്പിക്കാൻ വേണ്ടി വിളിക്കാം. എന്നെ കടയിലും വിളിച്ചിരുന്നു. അപ്പൊ നിനക്ക് ഈ റോസിനെ അറിയേയില്ല? ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഇത് വലിയ കഷ്ടമായല്ലോ. റോജാ മലരേ രാജകുമാരി. അച്ഛാ, അച്ഛൻ എന്തിനാ ഇപ്പൊ ഈ പാട്ട് പാടിയത്? കേട്ട് ഈ റോജാ മലരേ രാജകുമാരി. എനിക്കൊരു പാട്ട് പാടാൻ തോന്നി, പാടി. എന്താ കുഴപ്പമുണ്ടോ? തമിഴില് റോജ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ റോസ് എന്നാ. മലയാളത്തിലല്ല, ഇംഗ്ലീഷില്. ഇംഗ്ലീഷ്. അച്ഛൻ ഇപ്പൊ ഈ പാട്ട് പാടിയതിനർത്ഥം ഞാൻ പറഞ്ഞൊന്നും വിശ്വാസമായിട്ടില്ല. അച്ഛൻ അറിയാത്തൊരു ബന്ധം എനിക്ക് അവളുമായിട്ടുണ്ട് എന്നല്ലേ? എന്നാ കേട്ടോ, എന്റെ അമ്മയാണ് സത്യം. അവൾ എനിക്ക് അറിയില്ല. പിന്നെ അവള് വിളിക്കട്ടെ, കള്ളി, പേരും കള്ളി. റിമോട്ടിങ് തരാൻ. അതിന് ചൂടാവണം എന്തിന്? കാതൽ റോജാവേ ഇനി റോജ എന്നുള്ള വാക്കി വീട്ടിൽ കേൾക്കരുത്. ഞാൻ രാജാ കയ്യ് വെച്ചോ. രാജാന്നല്ലേ പറഞ്ഞു, റോജ എന്നല്ലല്ലോ. ഒരു പാട്ട് പാടാൻ സ്വാതന്ത്ര്യമില്ലേ വീട്ടില്? ഗുഡ് മോർണിംഗ് സാർ. നീ എന്താ ആളെ കളിയാക്കണ? രാവിലെ ഒരു ഗുഡ് മോർണിംഗ് തന്നല്ലേ? അല്ല, സാറിനൊരു വെയിറ്റ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട്. ഉള്ള വെയിറ്റ് എനിക്ക് താങ്ങാൻ പറ്റില്ല. നീ മറ്റുള്ളവർക്ക് പണി ഉണ്ടാക്കാതെ പോയി പണി വെക്കേ. കുട്ടിക്ക് വേറെ ആരെയും കിട്ടിയില്ലേ? കഷ്ടം. ഞാൻ തന്റെ കൂടില്ല. താനീ ഫോട്ടോ നോക്ക്, എന്നിട്ട് പറ. ദേ ഈ കല്യാണം കഴിഞ്ഞ പിന്നെ ഞാൻ തന്നെ ശല്യപ്പെടുത്തില്ല. ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ഞാനില്ല. ആ ചെറുക്കൻ അറിഞ്ഞ ഇവിടെ ഭൂകമ്പം ഉണ്ടാവും. ഒരു ആത്മാർത്ഥമുള്ള കൂട്ടുകാരനോട് ഇങ്ങനെയൊക്കെയുള്ള താൻ ആ റെസ്റ്റോറന്റ് ഇരിക്കുക. അവന്റെ കണ്ണ് പിടിച്ചാൽ വരാൻ പറ്റുമോ നോക്കട്ടെ. അതെ, താമസിക്കരുത്. കുട്ടി എങ്ങനെയുണ്ട് നോക്കി. ഈ കലാപരിപാടി ഒരു ദിവസം ഞാൻ എന്റെ മുതലാളിയുടെ ശ്രദ്ധപ്പെടുത്തും. അന്ന് നിന്റെ വീട്ടിൽ ഞാൻ തീ വെക്കും. ഹലോ. താനോ? തന്നോട് ഞാൻ ഇനി സംസാരിക്കുന്ന പ്രശ്നമില്ല. താൻ എന്റെ ക്ലാസ്മേറ്റ് ആണെങ്കിൽ എന്നെയും എന്റെ അച്ഛനെ വിളിച്ച് തോന്നിയ പറയല്ല, നേരിട്ട് വരെ വേണ്ടത്. അയ്യോ, അപ്പൊ ഇന്നലെ അത്ര ഞാൻ അച്ഛനെ വിളിച്ചത് തെറ്റായി പോയോ? സോറി പവി. എടി കള്ളി, പെരുങ്കള്ളി. നീ ആണാണെങ്കിൽ അല്ല പെണ്ണാണെങ്കിൽ മര്യാദയ്ക്ക് മുമ്പിലേക്ക് വാടി. നിന്റെ ആണപ്പല്ലി ഞാൻ ഇളക്കി തരാം. ധൈര്യം ഉണ്ട് ഈ വാടി മുമ്പിലേക്ക്. അപ്പോ എന്നെ കാണാൻ വലിയ കൊതിയായി അല്ലേ? കൊതി നിന്റെ അപ്പൂപ്പന്റെ അപ്പനാടി. നേരിട്ട് വന്ന പൊളിയൂല നിന്റെ കള്ളക്കളി. ഡോർ ഡെലിവറി അക്കൗണ്ട്സ് ഇതുവരെ സാർ വെരിഫൈ ചെയ്തില്ല. ആരെ? സാർ ഇവിടെ. ഹലോ. എന്തോന്നും മിണ്ടാത്തെ? ഇവിടെ കുറച്ച് തിരക്കാ. പിന്നെ എന്നെ കാണണമെന്നുണ്ടെങ്കിൽ, തനിച്ച് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നിടത്ത് വരണം. വരുവോ? എവിടെ? വരുമോ ഇല്ലയോന്ന് പറ പ്ലീസ്. നേരിട്ട് കാണാൻ ഞാനല്ലേ ആവശ്യപ്പെട്ടത്. എങ്കിൽ സുഭാഷ് പാർക്കിൽ ഒരര മണിക്കൂറിനുള്ളിൽ എത്തണം. എന്താ, സമ്മതിച്ചോ? ഏത് നരകത്തിലാണെങ്കിലും സമ്മതിച്ചടി പുല്ലേ. നീയൊന്നും ആണുങ്ങളുടെ കൈന്റെ ചൂടറിഞ്ഞിണ്ടാവില്ല. ഇന്നേൻ അറിയിച്ചാരടി കള്ളി പൂങ്കുയിലേ. ഇനി നിന്റെ ഒന്നും ഒരു ആവശ്യമില്ലടി. തന്റെ ജാതകം ഇപ്പോഴാണ് തെളിഞ്ഞത്. പവി വാണം വിട്ടുപോലെ എങ്ങോട്ടോ പോകുന്നു കണ്ടു.
താനല്ലേ പറഞ്ഞ എനിക്ക് വയസ്സായി സൗന്ദര്യമില്ല പെണ്ണ് കിട്ടില്ല എന്നൊക്കെ ദേ, നല്ല കിളി പോലത്തെ ഒരു സുന്ദരി പെണ്ണ് ഇന്ന് എന്റെ ചൂണ്ടയിൽ കൊത്തി. അപ്പൊ ഇതിനെ കാണാൻ പോണ്ടേ? ഈ വയസ്സിൽ തള്ളനെ തല്ലിക്കൊന്നു വല്ല അച്ചാറുണ്ടാക്കി വിൽക്കടോ. ചലോ സുഭാഷ് പാർക്ക്, കമോൺ. ഏ? യെസ് കമോൺ. ദാ